മറ്റൊരു വാർത്തയിലേക്കാണ്. ആലപ്പുഴ വലിയഴീക്കലിൽ തെരുവുനായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കാർത്തിയാനി അമ്മയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. ആലപ്പുഴ മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം. സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. പ്രദേശത്ത് തെരുവുനായ ശല്യം രൂക്ഷമായിട്ടും നടപടിയൊന്നും ഉണ്ടായില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി. ശരണ്യ സ്നേഹജൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. ശരണ്യ, വളരെ ഗൗരവമുള്ള ഒരു വാർത്തയാണ്. തെരുവുനായ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുന്നു എന്ന് പറയുമ്പോൾ, മരിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പോലും ആകുന്നില്ല. അത്രത്തോളം ആഴമുണ്ട് ആ വാർത്തയ്ക്ക്. എന്തൊക്കെയാണ് അവിടെ നിന്ന് തരാൻ കഴിയുന്ന വിവരങ്ങൾ? തീർച്ചയായിട്ടും അശ്വതി, അതീവ ഗൗരവമാണ് വിഷയം. കാരണം ഈ പ്രദേശത്ത്, പ്രത്യേകിച്ച് ഇതൊരു തീരദേശ ഗ്രാമമാണ്. വലിയഴീക്കൽ പഞ്ചായത്തിൽ 6-ാം വാർഡാണ് ഇത്. മത്സ്യത്തൊഴിലാളികളടക്കം നിരവധി ആളുകൾ മത്സ്യബന്ധനത്തിന് പോകുന്ന ഒരിടമാണ്. രാത്രിയും പുലർച്ചെയും ഒക്കെ ജോലിക്ക് പോകുന്ന സ്ഥലത്താണ് ഇങ്ങനെ ഒരു തെരുവുനായ ആക്രമണത്തിൽ ഒരു വയോധികയ്ക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സംഭവം ഉണ്ടായിട്ടുള്ളത്. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് ഇന്നലെ ഈ സംഭവം നടന്ന സ്ഥലമാണ്. വലിയഴീക്കൽ 6-ാം വാർഡിൽ, ആറാട്ടുപുഴ പഞ്ചായത്ത് 6-ാം വാർഡിൽ കാർത്തിയാനി അമ്മയാണ് തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ അതിക്രൂരമായി ഇന്നലെ കൊല്ലപ്പെട്ടത്. ഈ കാണുന്ന സ്ഥലത്താണ് കാർത്തിയാനി അമ്മ ഇന്നലെ ഈ തെരുവ് നായ്ക്കളുടെ ആക്രമണം ഏൽക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നത്. മകൻ പ്രകാശൻ വ്യക്തമാക്കിയത് രാവിലെ ജോലിക്ക് പോകുന്ന സമയത്ത് അമ്മയെ ഇവിടെ ഇരുത്തിയിട്ട് പോയതാണ് എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഭക്ഷണ പദാർത്ഥങ്ങൾ ഇവിടെ ഉണ്ട്. ഒപ്പം തന്നെ ഭക്ഷണം കഴിച്ച പാത്രവും ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഇവർ രണ്ടുപേരും, അതായത് ഈ സ്ഥലത്തൊക്കെ രക്തം വാർന്നു കിടക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു. വൈകിട്ട് 4 മണിയോടുകൂടി മകൻ പ്രകാശൻ എത്തുമ്പോൾ കാർത്തിയാനിയമ്മയും പ്രകാശന്റെ ഭാര്യ ജൂലിയും മാത്രമാണ് ഈ വീട്ടിലുണ്ടായിരുന്നത്. പ്രകാശൻ ഇവിടെ കൊല്ലത്ത് ജോലി ചെയ്യുന്ന ആളാണ്. രാവിലെ പ്രകാശൻ ജോലിക്ക് പോയി. ഒപ്പം തന്നെ ഭാര്യ കായംകുളത്തേക്ക് പോയിരുന്നു എന്നുള്ളതാണ് പ്രകാശൻ ഇപ്പോൾ നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. വൈകിട്ട് പ്രകാശൻ വരുമ്പോൾ ആണ് അമ്മ ഇത്തരത്തിൽ നായകളുടെ ആക്രമണത്തിന് ഇരയായി കിടക്കുന്നത് കാണുന്നത്. ഈ വീട്ടിൽ തന്നെ ഒരു തെരുവുനായുണ്ട്. അപ്പോൾ ഈ വീട്ടിൽ തന്നെ ഒരു വളർത്തുനായുണ്ട്. വരുമ്പോൾ ഈ നായയെ ഒരു നായ കടിച്ചു പിടിച്ചിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് പ്രകാശൻ വ്യക്തമാക്കിയത്. പ്രകാശൻ വരുന്ന സമയത്തും ഇവിടെ നായ്ക്കളുണ്ടായിരുന്നു. ഒരുപക്ഷെ ഭക്ഷണം കയ്യിലുണ്ടായിരുന്നത് ആയിരിക്കണം ഇത്തരത്തിൽ ഒരു നായകൾ കൂട്ടത്തോടെ വന്ന് ആക്രമിക്കാൻ കാരണം. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന ഈ വേലിയുടെ ഭാഗം തുളച്ചാണ് നായ്ക്കൾ അകത്തേക്ക് എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. ആരും അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ഈ പരിസര പ്രദേശങ്ങൾ ഒന്ന് നമുക്ക് കാണാം. ആളുകൾക്ക് അതിരൂക്ഷമായ പ്രതിഷേധം ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ആളുകളുടെ പ്രതിഷേധ അവരുടെ വാക്കുകളിലേക്ക് പോകേണ്ടതായും ഉണ്ട്. നമുക്ക് ഈ സ്ഥലം ഒന്ന് നമുക്ക് കാണാം. ഇതാണ്, അതായത് തൊട്ടടുത്ത് ഉള്ളത് കടലാണ്. ഒപ്പം തന്നെ ഒരു വലിയഴീക്കലെ ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ കൂടിയാണിത്. ഈ കാണുന്ന ഈ കടയൊക്കെ, തൊട്ടടുത്ത കടയൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ആരും ഈ അമ്മയുടെ കരച്ചിൽ കേട്ടിട്ടില്ല എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. ഈ വൈകിട്ട് മകൻ എത്തുന്ന സമയത്ത് മാത്രമാണ് ഇങ്ങനെ ഒരു സംഭവം ഈ വീടിനകത്ത് നടന്നിട്ടുണ്ട് എന്നുള്ളത് ആളുകൾ പറയുന്നത്. ഒപ്പം അവർ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, മറ്റു ആളുകളുമായി വലിയ സഹകരണമൊന്നും ഇല്ലാത്ത ആളുകളാണ്. ഒപ്പം ഈ അമ്മ കൂടുതൽ സമയത്തും ഈ പുറത്തെ ഷെഡിലാണ് ഉണ്ടാവാറുള്ളത് എന്നുള്ളതും അവർ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ പ്രദേശവാസികളായ ആളുകളോട് ചോദിക്കാം, അതിരൂക്ഷമാണോ ഇവിടെ തെരുവുനായ്ക്കളുടെ ശല്യം? എന്താ അവസ്ഥ, എന്താ ചേട്ടാ? ഞങ്ങളെല്ലാം മത്സ്യത്തൊഴിലാളി, ഞങ്ങൾക്ക് പണിക്ക് പോകാൻ പറ്റുന്നില്ല. ഒന്നാമത്തെ കാര്യം, ഇവിടെ ഒരു ബസ്സിലെ പോലെ ഒരു ലൈറ്റ് പോലും ഇല്ല. ഞങ്ങൾ രാത്രി പോകുന്ന കല്ലും വടിയും ഉപയോഗിച്ചിട്ടുണ്ട് എടുത്തിട്ട് ജീവൻ പണയം വെച്ചുള്ള പോക്കം വരവ്. അത് കൂട്ടത്തോട് ഒരു വട്ടി ആടി വീണ് കഴിഞ്ഞാൽ കൂട്ടത്തോടെല്ലാം കൂടെ ഒന്നിച്ച് വരുമോ. ബൈക്കുകാർക്ക് പോകാനൊക്കത്തില്ല, കാറുകാർക്ക് പോകാനൊക്കത്തില്ല. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. മറിഞ്ഞു വീണെല്ലാം പിന്നെ ഇവിടെ പൊട്ടി പിന്നെ വണ്ടി ഓടിയൊക്കെ ചെയ്തിട്ടുണ്ട്. അതാണ് ഇവര് പറയുന്നതാണ്. പുലർച്ചെയൊക്കെയാണ് മത്സ്യത്തൊഴിലാളികളായ ആളുകൾ ജോലിക്ക് പോകുന്നത്. പുലർച്ചെ പല സമയങ്ങളിലായി അവർക്ക് പോകേണ്ടി വരുന്നുണ്ട്. ആ സമയത്തൊക്കെ തന്നെ ഇതിലെ കൂടി സഞ്ചരിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ് എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത്.
നിരവധി സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവിടെ പരാതി പറയുന്നുണ്ട്. അവർ പറയുന്നത് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു, പക്ഷേ പോലീസിൽ പരാതി നൽകുന്ന ഘട്ടത്തിൽ നിയമപരമായ പരിമിതികൾ ഉണ്ട് എന്ന് പറഞ്ഞ് ഒഴിവാക്കി വിടുകയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും കുറച്ച് സ്ത്രീകളായിട്ടുള്ള ആളുകളുണ്ട്, ഞാൻ അവരോടൊന്ന് ചോദിക്കാം. ചേച്ചി, ഇവിടുത്തെ ഒരു നിങ്ങളുടെ ഒരു സാഹചര്യം എന്താ? ഞങ്ങളുടെ സാഹചര്യം ഞങ്ങളിപ്പോ ഭയന്നാണ് ഇവിടെ ജീവിക്കുന്നത്, ഈ പട്ടിയുടെ ശല്യം കൊണ്ട്. ബിജി ഇങ്ങോട്ട് വന്നേ. അത് ഞങ്ങൾ അറിഞ്ഞില്ല. പക്ഷെ പട്ടി പേ വരുന്ന പട്ടിക്ക് എന്താ ബ്ലഡ് വരുന്നെന്ന് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ അവരും കടയടച്ച് ഞാനും വീടടച്ച് ഈ പട്ടിയുടെ ഓട്ടം. അപ്പൊ ബാക്കിയുള്ള പട്ടിയെല്ലാം ഈ ഇവിടെ ഇങ്ങനെ കിടന്നുകൊണ്ട് 1000 പട്ടി കുരയ്ക്കുന്നു. എപ്പോഴായിരുന്നു വൈകുന്നേരം ഒരു 1:45 മുതൽ 3:30 5:30 വരെ ഈ പട്ടിയുടെ ഓട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും 5 മണി വരെ ഓട്ടം. അങ്ങനെ അസ്വാഭാവികമായി നിങ്ങൾ കണ്ടിരുന്നില്ലേ? അല്ല, പട്ടി ഓടുകയും വരികയും പട്ടി ബ്ലഡുമായിട്ട് ഓടി വരികയൊക്കെ ചെയ്യുന്നതേ കണ്ടുള്ളല്ലോ. നമ്മളിത് കാണുന്നില്ലല്ലോ, ഇങ്ങോട്ട് വരുന്നില്ലല്ലോ, അറിയുന്നില്ലല്ലോ. ഈ തിട്ടയൊക്കെ ഇരിക്കുന്നുണ്ട്, നമുക്ക് കാണത്തില്ല. പട്ടി വരുന്നത് ഒരാൾ കയറി വരുന്നത് കാണത്തില്ല. ഈ വീട്ടിൽ ആരും ഒന്നും കരച്ചിൽ പോലും കേട്ടില്ല? ഇല്ല, വയസ്സെന്ന പ്രായമുള്ള അമ്മച്ചിയല്ലേ, അപ്പൊ പിന്നെ വിളി പുറത്തോട്ട് കേട്ടില്ലായിരിക്കും. നമുക്ക് ആർക്കും കേൾക്കാൻ ഒക്കുന്നില്ല. അങ്ങനെ ഇങ്ങോട്ട് ആരും സഹകരണമില്ല. അതുകൊണ്ടായിരിക്കും ഇത് സംഭവിച്ചത്. കാരണം ഒരാൾ ഓടിക്കയറി വരുന്നില്ലല്ലോ ഇങ്ങോട്ട്. നിങ്ങൾ എല്ലാവരും എപ്പോഴാണ് അറിഞ്ഞത് ഇങ്ങനെ സംഭവം ഉണ്ടായി? അത് അവര് വന്ന പൊക്കെ എടുക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത്, അല്ല അതിനു മുമ്പ് ഞങ്ങൾ അറിഞ്ഞില്ല. മകൻ മരുമോളും കൂടി വന്ന് കൊച്ചു വിളി വയ്ക്കുമ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. അവർ ഒരുമിച്ചാണ് എത്തിയത്? അവര് രണ്ടും കൂടെ ഒന്നിച്ചാ വന്നത്, അല്ലാതെ അറിഞ്ഞില്ല. ഈ അമ്മ മിക്കവാറും കേറത്തില്ല. ഈ അമ്മ മിക്കവാറും ഇവിടെ തന്നെയാണോ, ഈ ഷെഡിനുള്ളിൽ തന്നെയാണോ? അതറിയത്തില്ല. ഇവിടെ ആരും ഞങ്ങൾ കേറത്തില്ല. ആരും ഇങ്ങോട്ട് ഇല്ല. ആരുമായിട്ടില്ല. അമ്മ നിങ്ങളോടൊക്കെ സംസാരിക്കാറൊക്കെ ഉണ്ടാവും? കണ്ടാ നമ്മൾ ഇങ്ങോട്ട് വരുന്നില്ലല്ലോ, റോഡേ കൂടി പോകുന്നതല്ലേ ഉള്ളൂ, കാണത്തില്ല. എന്താണ് സംസാരിക്കാൻ വേണ്ടിട്ടാണ് ഇവിടെ വന്ന് ഈ കൊട്ടിലിൽ ഇരിക്കുന്നത്, ആളുകളോടൊക്കെ സംസാരിക്കാൻ വേണ്ടിട്ട്. അല്ലാതെ പെണ്ണങ്ങനെ ആരുമായിട്ട് സഹകരണം. എങ്ങനെയാ സംസാരിക്കുന്ന അമ്മ? ഇവിടെ ഇരുന്ന് ഈ ജനലെ ഈ വേലിയുടെ പുറമെ ഒക്കെ കൂടെ സംസാരിക്കും. എങ്ങനെ നടക്കാനൊക്കെ പറ്റുന്ന ആളായിരുന്നു? പ്രായം ഉണ്ടെങ്കിലും വലിയ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല, വേറെ രോഗങ്ങളൊന്നുമില്ല തള്ളയ്ക്ക്. വാർദ്ധക്യ സഹജമായ പെട്ടെന്ന് എന്തെങ്കിലും ഈ പട്ടിയുടെ നിന്ന് രക്ഷപ്പെടാനൊന്നും ഉള്ള സാഹചര്യം വല്യമ്മയ്ക്കില്ല. വീണുപോയി, അപ്പൊ തന്നെ വീണ് കാണും. കുറെ നായ്ക്കൾ ഉണ്ടായിരുന്നല്ലേ? ആ പട്ടികളെല്ലാം ഉണ്ട്, നായ്ക്കൾ ഇഷ്ടം പോലെ ഉണ്ട്. ഞങ്ങൾക്ക് ആർക്കും ജീവിക്കാൻ കൊച്ചു കുഞ്ഞുങ്ങളെ പുറത്തോട്ട് ഇറക്കത്തില്ല. ഞങ്ങൾ വീട് അടച്ചിട്ടായിരിക്കുന്നത് ഈ പട്ടി ശല്യം കാരണം. അതാണ് അശ്വതി, അതായത് ഇവർ പറയുന്ന കാര്യം. കാരണം നമ്മള് രാവിലെ ഇവിടെ റിപ്പോർട്ടിങ്ങിനായി എത്തുന്ന ഘട്ടത്തിൽ പോലും ഇവിടെ മുഴുവൻ തെരുവ് നായ്ക്കളായിരുന്നു എന്നുള്ളതാണ്. കൊച്ചുകുട്ടികളെ പോലും പുറത്തേക്ക് ഇറക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഇവിടെ ഉള്ളത് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. അത് നമ്മൾ വന്നപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ ബോധ്യമാവുകയും ചെയ്തു. അതിരാവിലെ തന്നെ ഇവിടെ ഒരു കൂട്ടത്തോടെയാണ് തെരുവ് നായ്ക്കൾ സഞ്ചരിക്കുന്നത്. എന്നിട്ട് അത് ഇങ്ങനെ കൂട്ടത്തോടെ കടന്നു പോകുന്ന ദൃശ്യങ്ങൾ നമ്മൾക്ക് തന്നെ ഇവിടെ കാണാൻ കഴിഞ്ഞു. എന്തായാലും അതിസങ്കടകരമായ ഒരവസ്ഥയായിരുന്നു ഇന്നലെ ഇവിടെ ഉണ്ടായത് എന്ന് തന്നെ പറയാം. ഒന്നും തിരിച്ച് അല്ലെങ്കിൽ പ്രതികരിക്കാൻ പോലും കഴിയാത്ത സാഹചര്യത്തിലാണ് കാർത്തിയായനി അമ്മയ്ക്ക് ഇന്നലെ മരണത്തിന് കീഴ്പ്പെടേണ്ടതായി വന്നത്. ശരണ്യ, ഇത്രയും വലിയൊരു വിഷയം ഉണ്ടായി. ഇതുവരെ ഈ തെരുവുനായ അവിടെ ആക്രമണം പലതവണ ഉണ്ടായതാണ്. റോഡിലൂടെ പോകുന്ന വാഹനങ്ങൾക്ക് പോലും ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇതിന് നേരത്തെ ഇത്തരത്തിലൊരു പ്രശ്നം അവർ ഉന്നയിച്ചിട്ടും ഇതുവരെയും അധികാരികൾ ഒന്നും ചെയ്തില്ല എന്നുള്ളത് വ്യക്തമാണ്. ഈ ഇത്രയും വലിയൊരു മരണം അവിടെ ഉണ്ടായിട്ടും അവിടെ എത്തി അവരുടെ വിശദീകരണം എന്തെങ്കിലും നമുക്ക് ലഭ്യമാണോ? ഇപ്പോൾ നമ്മളിവിടെ എത്തിയ ആളുകളോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നായിരുന്നു. ഇവിടെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. തൊട്ടടുത്ത് അശ്വതി അപ്പുറത്ത് കടലാണ്, മത്സ്യത്തൊഴിലാളികൾ ധാരാളമുള്ളതാണ്, മത്സ്യവും ഒക്കെ വരുന്നൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ നായ്ക്കൾ കൂട്ടത്തോടെ ഇവിടെ ഉണ്ട് എന്നുള്ളത് ആണ്. ഇവർക്കൊരു ഭക്ഷണവും കാര്യങ്ങളും ഒക്കെ ലഭ്യമാകുന്നത് കൊണ്ട് തന്നെ ഇവിടെ കൂട്ടത്തോടെ ഇങ്ങനെ നടക്കും. ഈ റോഡിനപ്പുറത്തേക്ക് നമ്മൾ കാണുന്നത് കടലാണ്. അപ്പോൾ ആ ഒരു രീതിയിലും മത്സ്യമൊക്കെ വരുന്നൊരു സ്ഥലമൊക്കെ ആയതുകൊണ്ട് തന്നെ ഇവിടെ എത്തും. പിന്നെ ഈ ടൂറിസത്തിന്റെ സാധ്യതകളുള്ള വലിയൊരിക്കൽ പാലമൊക്കെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ വരുന്ന സഞ്ചാരികളായ ആളുകളും ഈ നായ്ക്കൾക്ക് ബിസ്ക്കറ്റുകൾ ഉൾപ്പെടെ നൽകാറുണ്ട് എന്നുള്ളതാണ് ഇവർ വ്യക്തമാക്കുന്നത്. അങ്ങനെ ഈ ഭക്ഷണം അവർക്ക് ഇട്ടുകൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇവരിങ്ങനെ കൂട്ടത്തോടെ ആളുകളിലേക്ക് വരും എന്നുള്ളതാണ്.
എന്തായാലും ഒന്ന് പ്രതികരിക്കാൻ പോലും കഴിയാത്ത രീതിയിലായിരുന്നു കാർത്തേനിയമ്മ ആ വീടിനകത്ത് ആക്രമിക്കപ്പെട്ടത് എന്നുള്ളതാണ്. ആരും അറിഞ്ഞില്ല. അതായത് കരച്ചിൽ പോലും പുറത്തേക്ക് കഴിഞ്ഞില്ല. നായ മുഖത്ത് രക്തം നായ ഓടിപ്പോകുന്നത് കണ്ടു എന്ന് അയൽവാസിയായ സ്ത്രീ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ അപ്പോൾ പോലും അത് ഇങ്ങനെ ഒരു സംഭവമാണോ അല്ലെങ്കിൽ ഒരു കരച്ചിലൊക്കെ കാണത്തക്ക രീതിയിലുള്ള ഒരു യാതൊരു കാര്യങ്ങളും ഈ സൂചനകളും ഇതിനകത്ത് നിന്ന് ലഭ്യമായിരുന്നില്ല എന്നുള്ളതാണ്. വൈകിട്ട് ഇവിടെ താമസിക്കുന്ന മകൻ പ്രകാശനും ജൂലിയും ഒരുമിച്ചാണ് വന്നത് എന്നുള്ളതാണ്. അവര് വന്ന് കതക് തുറന്നപ്പോഴാണ് ഈ രീതിയിൽ ഗേറ്റ് തുറന്നപ്പോഴാണ് അമ്മ ഈ രീതിയിൽ ആക്രമിക്കപ്പെട്ട് അതിനുള്ളിൽ കിടക്കുന്നത് കാണുന്നത്. അല്ലാതെ ഇവിടെ ഈ നായ്ക്കൾ ഓടിപ്പോകുന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നും അസ്വാഭാവികമായി തൊട്ടടുത്തൊക്കെ കടയൊക്കെ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അവരാരും തന്നെ ഇത് കേട്ടിരുന്നില്ല എന്നുള്ളതാണ്. ശരി, ശരണ്യ, വ്യക്തമാണ്. വലിയഴീക്കലിലെ സംഭവം വളരെ ഗൗരവമുള്ളതാണ്. പ്രദേശവാസികൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇത് നേരത്തെ തന്നെ അവിടെ തെരുവുനായ ശല്യമുണ്ട്. അവർ സുരക്ഷിതരല്ല എന്നവർ ആവർത്തിച്ച് പറയുകയാണ്. ഒരു മരണമുണ്ടായിരിക്കുന്നു, അതും തെരുവുനായ കൂട്ടത്തോടെ എത്തി ആക്രമിച്ചൊരു വയോധികയെ കൊലപ്പെടുത്തിയിരിക്കുകയാണ്. ശരണ്യ സ്നേഹജനാണ് വലിയഴീക്കലിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. വരും മണിക്കൂറുകളിലും ഈ വാർത്തയുടെ തുടർച്ച പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. മറ്റൊരു